കൂട്ടുകാരെ, ഹിന്ദിയിൽ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കുറച്ച് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളെന്ന് പഠിപ്പിക്കാം. ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹിന്ദിയിൽ നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി കുറേ വാക്കുകളും അത് പറയേണ്ട സാഹചര്യത്തിനനുസരിച്ച് പറയേണ്ട സമയങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടാഞ്ഞ്. അപ്പോൾ അത് കണ്ടവർക്ക് ഇത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് ആ വീഡിയോയും കൂടെ കണ്ടുതരും കേട്ടോ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ, ഒരു ഹിന്ദിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചോദിക്കണം എന്നുള്ള കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പം നിങ്ങളെക്കാളും മൂത്തൊരാളെയാണ് നിങ്ങൾ കാണുന്ന ഒരു ചേട്ടൻ്റെ പ്രായക്കാരനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ആപ്പ് ടീക്ക് ഹേ ക്യാ, ആപ്പ് ടീക്ക് ഹേ ക്യാ എന്ന് ചോദിക്കാം. അല്ല ആപ്പ് കേസേ ഹേ ഭയ്യ, ആപ്പ് ടീക്ക് ഹേ ക്യാ, ആപ്പ് ടീക്ക് ഹേ ക്യാ എന്ന് ചോദിക്കാം. ആപ്പ് ടീക്ക് ഹേ ക്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എല്ലാം ശരിയായിട്ടിരിക്കുന്നു, ഓക്കെ ആണെന്നാണ്. ആപ്പ് കേസേ ഹേ, ആപ്പ് കേസേ എന്ന് വെച്ചാലും ഇത് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ്. അതുപോലെ ആപ്കാ ക്യാ ഹാൽ ഹേ, ആപ്കാ ക്യാ ഹാൽ ഹേ ഭയ്യ, ആപ്കാ ക്യാ ഹാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് എന്നാണ് ഹാലെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആപ്പിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തുമ്മ ചേർത്തും ചോദിക്കാം. തും കേസേ ഹേ, തുമാരാ ക്യാ ഹാൽ ഹേ എന്ന് ചോദിക്കാം. അപ്പോൾ ഈ 3 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്, എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഏതാണ്, ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം പറയാൻ വേണ്ടി ശ്രമിക്കണം. മനസ്സിലാക്കിയെടുത്തിട്ട് അത് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം അത് പറയാൻ പറ്റും. ആപ്പ് കേസേ എന്നോ ആപ്പ് ടീക്കേ എന്നോ അല്ലെങ്കിൽ ആപ്കാ ക്യാ ഹാൽ ഹേ എന്നൊക്കെ ചോദിക്കാം. ഇതിൻ്റെ 3ൻ്റെ ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സബ് ടീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദിക്കണം, എല്ലാം ഓക്കെ ആണോ, എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സബ് ടീക്ക് ആക്കിയാ, അബി സബ് ടീക്ക് ആക്കിയാ അങ്ങനെ ചോദിക്കാം. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നോ എന്നാണ്. അപ്പോൾ അത് ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളത് അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അബി സബ് ടീക്ക് ആക്കിയാ എന്ന് ചോദിക്കാം. ഇനി ഓർ ബത്താവോ, ഓർ ബത്താവോ, ഓർ ബത്താവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പറ, കൂടുതൽ കാര്യം പറ, വേറെ വിശേഷങ്ങൾ പറ, ഓർ ബത്താവോ. ഇപ്പോൾ നമുക്ക് ആളുടെ അടുത്ത് നിന്ന് കൂടുതൽ വല്ല അറിയാനുണ്ടെങ്കിൽ ഓർ ബത്താവോ, ഓർ ബത്താവോ, ഓർ ബത്താവോ ഭയ്യ, ഓർ ബത്താവോ ഭയ്യ, ഓർ ബത്താവോ, ഓർ ബത്താവോ എന്ന് പറയാം. അപ്പോൾ ഓർ ബത്താവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പറയാനാണ് പറയുന്നത്. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് കൂടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കണം, അയാൾ ഭക്ഷണമൊക്കെ കഴിച്ചോ, എല്ലാ ഫുഡൊക്കെ നേരത്തെ കഴിച്ചോ നീ എന്ന് ചോദിക്കണമെങ്കിൽ ആപ്പ് ഖാന ജൽദി ഖായാക്കിയാ, ആപ്പ് ഖാന ഖായാക്കിയാന്ന് ചോദിക്കാം. ആപ്പ് ഖാന ഖായാക്കിയാ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാം. പിന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി, തുമാരെ ഘർ മേ സബ് ലോഗ് ടീക്ക് ഹേ ക്യാ, തുമാര ഘർ മേ സബ് ലോഗ് ടീക്ക് ഹേ ക്യാ എന്ന് ചോദിക്കാം. ടീക്ക് ഹേ ക്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ. തുമാര ഭയ്യ കഹാപ്പേ കാം കർത്താ ഹെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സംസാരിച്ചിട്ടിരിക്കുന്ന ആളുടെ ചേട്ടൻ എന്തെടുക്കണമെന്ന് ചോദിക്കണമെങ്കിൽ തുമാര ഭയ്യ അഭി ക്യാ കർത്താ ഹെ എന്ന് ചോദിക്കാം. അല്ലാതെ തുമാര ബഹൻ ക്യാ കർത്തി ഹെ എന്ന് ചോദിക്കാം. എന്ത് ചെയ്യാണ് നിൻ്റെ അനിയത്തി. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ശബ്ദത്തിൽ ഒരു വ്യത്യാസം തോന്നുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അവനോട് ചോദിക്കണം, നീ എന്നോട് ദേഷ്യത്തിലാണോ, ഗുസ്സ, തും നാരാസ് ഹോ ക്യാ, തും മുസെ ഗുസ്സ ഹോ ക്യാ, തും മുസെ നാരാസ് ഹേ ക്യാ എന്ന് ചോദിക്കാം. തും മുസെ നാരാസ് ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നോട് പിണക്കം ഉണ്ടോ എന്നാണ്. അല്ലെങ്കിൽ തും മുസെ ഗുസ്സ ഹോ ക്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്നാണ്. അപ്പോൾ അത് രണ്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. തും നാരാസ് ഹേ ക്യാ, തും ഗുസ്സ ഹേ ക്യാ എന്ന് ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ അവനോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചായിരുന്നോ, ഫോൺ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഭയ്യ തുമാരെ ഘർ മേ കോൾ കിയാ താ ക്യാ, തുമാരെ ഘർ മേ മാ ബാപ് സെ ബാത് കിയാ താ ക്യാ എന്ന് വെച്ചാൽ അമ്മയുടെ അച്ഛനായിട്ട് സംസാരിച്ചായിരുന്നോ, വിളിച്ചായിരുന്നോ. തും കോൾ കിയാ താ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചെയ്തായിരുന്നോ എന്നാണ് കേട്ടോ. ഫോൺ ചെയ്തായിരുന്നോ. ഇപ്പം അമ്മയോടും അച്ഛനോടും അല്ല, നിങ്ങൾ ആളുടെ ഭാര്യയോടാണ് ഫോൺ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ തുമാരെ ബീവി സെ ഫോൺ കിയാ താ ക്യാ, ഫോൺ മേ ബാത് കിയാ താ ക്യാ എന്ന് ചോദിക്കാം. തുമാരെ ബീവി സെ ഫോൺ കർ ബാത് കിയാ താ ക്യാ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഭയ്യ ആപ്പ് ആപ്കെ ബീവി സെ ബാത് കിയാ താ ക്യാ ഫോൺ മേ, അങ്ങനെ ചോദിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചോദിക്കണം, നിങ്ങളുടെ വീട്ടിൽ അങ്ങോട്ട് വരേണ്ട വഴി എവിടെയാണ്, ഞാൻ വഴി മറന്നുപോയി. ആപ്കെ ഘർ മേ ജാനെ കാ രാസ്ത കഹാ സെ കഹാ ഹെ
कैसे है नहीं हो क्या हाँ आपका घर में जाने का रास्ता कहाँ है एले कैसे है आपका घर में जाने का रास्ता कहाँ है कैसे है ये बताओ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാം. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കണം നിങ്ങൾ സഹോദര നിങ്ങൾ എവിടെയായിരുന്നു പഠിച്ചത്, ഏത് സ്കൂളിലായിരുന്നു നിങ്ങൾ പഠിച്ചതെന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. अरे बताओ भैया आप किस स्कूल में पढ़ाई किया था, आप किस स्कूल में पढ़ाई किया था എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് ഏത് സ്കൂളിലാണ് പഠിച്ചതെന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം आप किस कॉलेज में पढ़ाई किया था എന്ന് ചോദിക്കാം. ഏത് കോളേജിലാണ് നിങ്ങൾ പഠിച്ചത് അതൊക്കെ ചോദിക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യം ചോദിക്കേണ്ട കാര്യമാണ് ഇപ്പം നിങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടുത്തെ കാലാവസ്ഥയാണോ കൂടുതൽ നന്നായിട്ടുള്ളത്, അത് ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇവിടെ ചൂടാണോ അത് അവിടെയാണോ കൂടുതൽ ചൂടുള്ളത് എന്നൊക്കെ ചോദിക്കുക. അത് അവിടെയാണോ ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത്, ഇത് ഇവിടെയാണോ കൂടുതൽ നിങ്ങൾക്ക് തണുപ്പായിട്ട് തോന്നുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം भैया कैसे लग रहा है हमारे यहाँ का मौसम, आपके वहाँ का मौसम कैसा है भैया, वहाँ पे ठंड है या गर्मी है എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്, തണുപ്പാണോ അതോ ചൂടാണോ, ഠണ്ട് യാ ഗർമി എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണോ ചൂടാണോ എന്നാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആളുടെ അടുത്ത് നിന്ന്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് പറയാം നീട്ടിരിക്കുന്ന ഷർട്ട് ഭയങ്കര ഭംഗിയുള്ളതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇത് നീ എവിടുന്ന് മേടിച്ചാന്ന് ചോദിക്കണം. അപ്പോൾ കൂട്ടുകാരനോട് ചോദിക്കാം തുമ്നെ ഷർട്ട് കാസെ ഖരീദാ ഭയ്യ, അപ്കോ ഈ ഷർട്ട് ബഹുത്ത് അച്ഛാ ലഗ് രഹാ ഹൈ, ഷർട്ട് കാസെ ഖരീദാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷർട്ട് എവിടെ നിന്നാണ് മേടിച്ചത്, ബഹുത്ത് അച്ഛാ ലഗ് രഹാ എന്ന് പറഞ്ഞാൽ അത് വളരെ നന്നായിട്ടുണ്ട്, നിങ്ങൾക്കത് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അയാൾ പറയും मैंने हमारे घर के सामने एक दुकान है वहाँ से खरीदा है എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വീടിനടുത്തൊരു കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചാണെന്ന് പറയും. അപ്പം അങ്ങനെ ഓരോ ചോദ്യങ്ങളുണ്ട്, ഇതൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അടുത്ത ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടുതലായിട്ട് എന്തൊക്കെ കാര്യമാണ് ചെയ്യുന്നത്. आप सुबह से शाम तक सादा क्या काम क्या करते हैं भैया, आप कहाँ पे काम करता है എന്ന് വെച്ചാൽ സാധാ आप सुबह से शाम तक क्या काम करता है എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അയാൾ പറയും मैं सुबह से शाम तक एक कंपनी में काम करता हूँ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നോ ഒക്കെ പറയും. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് മറുപടി കൊടുക്കണം. നിങ്ങൾക്ക് അവിടെ എത്ര വർഷം ജോലി ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അത് എങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ പറയാം. आपका कंपनी में कितने साल का तजुर्बा है, तो आपको काम करने का कितने साल का तजुर्बा है कंपनी में എന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കൊല്ലം കമ്പനി ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ്. തജുർബ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, എത്ര വർഷം ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് आपको यहाँ का बारिश कैसा लग रहा है, आपके वहाँ बारिश था क्या, आप यहाँ पे आने के पहले, आप यहाँ आने से पहले आपके वहाँ पे कैसा मौसम था, बारिश था क्या എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ आपके वहाँ का मौसम कैसा है, आप यहाँ आने से पहले എന്ന് പറഞ്ഞാൽ आप यहाँ आने से पहले എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ അവിടെ, आप यहाँ आने से पहले അവിടെ എങ്ങനെയായിരുന്നു കാലാവസ്ഥ, മഴ ഉണ്ടായിരുന്നോ, ബാരിഷേക്കാ മഴ ഉണ്ടായിരുന്നോ എന്നാണ്. അപ്പോൾ അയാൾ പറയും മഴ ഉണ്ടായിരുന്നു. അതുപോലെ അയാൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രായമുള്ള ചേട്ടനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രായക്കാരനാണെങ്കിൽ തുമ്മെന്ന് പറയാം, അല്ലെങ്കിൽ ആപ്പെന്ന് പറയാം, അല്ലെങ്കിൽ ബയ്യ എന്ന് പറയാം, भाई साहब എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ भाई साहब आप आपके घर में आप काम करते आते वक्त आपका आपको मिलता जो पैसा आप गुल्ले के अंदर डालकर रखते हैं क्या എന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ ജോലി ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ഗുല്ലക്കെ അന്തർ ഡാൽക്കർ രക്തേ ഹേ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കുടുക്കയിലിട്ട് വെക്കാറുണ്ടോ. അപ്പോൾ काम करके घर पे आते हैं तभी आप
आपके कमाई का पैसा गुल्लक के अंदर डालकर रखते हैं क्या എന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഒരു കുടുക്കക്കകത്തിട്ട് വെക്കാറുണ്ടോ? അപ്പോൾ അയാൾ പറയും नहीं भैया हम गुल्लक के अंदर पैसा नहीं डालते, सारा पैसा हम बैंक में डालते हैं എന്ന് പറയും. എന്ന് പറഞ്ഞാൽ हम काम कर कर आते तभी പൈസ ഗുല്ലക്ക അന്തർ നഹി ഡാൽത്തെ എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്ത് വരുമ്പം എൻ്റെ പൈസ കുടുക്കയിലിടാറില്ല, അത് ഞാൻ ബാങ്കിലാണ് ഇടുന്നത്. അപ്പന കമായി കാ പൈസ ബാങ്ക് മേ ഡാൽത്തേ വയ്യ എന്ന് അയാൾ പറയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയണം വളരെ നല്ല കാര്യമാണ്, ബഹുത് അച്ഛാ ഹേ ഭയ്യ, ബഹുത് അച്ഛാ ഹേ എന്ന് പറയാം, ബഹുത് അച്ഛാ ഹേ എന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് എന്നെങ്ങനെ ചോദിക്കും. आपके घर से कितने किलोमीटर दूर में है आपका काम करने वाला कंपनी, कहाँ पे है എന്ന് ചോദിക്കാം. आपके घर से कितने किलोमीटर दूर है आप काम करने वाले कंपनी എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് എത്ര ദൂരമുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ്. आपके घर से कितने दूर में है आपका काम करने वाला कंपनी कहाँ पे है എന്ന് അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, आपके घर से कितने किलोमीटर दूर में है आपका कंपनी, आप काम करने वाला कंपनी എന്ന് ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന അവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അയാൾ പറയും 10 കിലോമീറ്റർ ദൂരി പേ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ആണെങ്കിൽ 10 കിലോമീറ്റർ ദൂരി പേ. അപ്പോൾ കേസേ ജാത്തേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം, അപ്പോൾ കേസേ ജാത്തേ ഭയ്യ, അപ്പോൾ കേസേ ജാത്തേ ഭയ്യ, അപ്പോൾ 10 കിലോമീറ്റർ തक साइकिल में जाते हैं या गाड़ी में जाते हैं, कैसे जाते हैं, बाइक में जाते हैं क्या എന്നങ്ങനെ ചോദിക്കുക. അപ്പോൾ അയാൾ പറയുവാണ്, हमारे गाड़ी में जाते हैं, हम हमारे कार में जाते हैं എന്ന് പറയും. അല്ലെങ്കിൽ हम साइकिल में जाते हैं, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ബൈക്ക് എന്ന് പറയും. हम बाइक में जाते हैं भैया എന്ന് പറയും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരൻ ചിരിച്ചണ്ട് സംസാരിക്കുക, നിങ്ങളുടെ നന്നായിട്ട് ചിരിച്ചണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവനോട് പറയണം, തുമാരാ മുസ്കുരാത്ത് ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ, തും മുസ്കുരാത്തേ തോ ബഹുത് അച്ഛാ ലഗ് രഹാ എന്നും പറയാം, തുമാരാ മുസ്കുരാത്ത് ബഹുത് അച്ഛാ ലഗ് രഹാ എന്ന് പറയാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിരി ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട്. തുമാരാ മുസ്കുരാന ബഹുത് അച്ഛാ ലഗ്താ ഹൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിരി വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. അല്ലെങ്കിൽ തുമാരാ മുസ്കുരാത്ത് ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിരി വളരെ കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നാണ്. മുസ്കുരാത്ത് ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്, അത് അച്ഛാ ലഗ് രഹാ ഹൈ എന്ന് പറയാം. അപ്പോൾ അയാൾ പറയുവാണ്, ആപ്കാ ബി ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ, ആപ്കാ ബി ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ. അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ അടുത്ത് താങ്ക്സ് പറയണം. ഓക്കെ ഭയ്യ, ധന്യവാദ് താങ്ക്സ് എന്ന് പറയാം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുവാണ്, ഞാൻ കൂടുതലായിട്ട് വീട്ടിൽ കഴിക്കാറുള്ളത് ചോറാണ്. നിങ്ങൾ കഴിക്കാറുള്ളത് എന്താണ്, ചപ്പാത്തിയാണോ അതോ ചാവൽ ചോറാണോ എന്ന് ചോദിക്കുക. അപ്പോൾ എങ്ങനെ ചോദിക്കും? मैं घर में हर दिन चावल खाते हैं भैया, आप वहाँ पे क्या खाना खाते हैं, ചപ്പാത്തി खाते हैं या चावल खाते हैं എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുവാണ്, ഞാൻ എൻ്റെ വീട്ടിൽ ചപ്പാത്തിയാണ് കഴിക്കുന്നത്, ചപ്പാത്തിയും മറ്റേ ഒരു ഉരുളക്കിഴങ്ങ് കറിയോ അല്ലെങ്കിൽ ചപ്പാത്തിയാണ് കഴിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാലും മതി. അല്ലെങ്കിൽ മേ ചപ്പാത്തി ഓർ ദാൽ കാത്താവോ, അല്ലെങ്കിൽ മേ ചപ്പാത്തി കാത്താവോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേ ചപ്പാത്തി കാത്താവോ ഭയ്യ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ ചോറാണ് കഴിക്കുന്നത്, എനിക്ക് കൂടുതൽ ഇഷ്ടം ചോറാണ്. അപ്പം മേ घर में चावल सादा खाते हैं भैया, मेरे को चावल खाना बहुत अच्छा लगता है, मैं घर में सादा चावल खाता हूँ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കൂടുതലായിട്ട് ചോറാണ് കഴിക്കുന്നത്, എനിക്ക് ചോറ് കഴിക്കാനാണ് ഇഷ്ടമെന്നാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകാരനോട് ചോദിക്കാം, നിങ്ങളുടെ വണ്ടി ഏതാണ്, നിങ്ങൾ കൊണ്ടു നടക്കുന്ന വണ്ടി ഏതാണ്, കാറ് ഏതാണെന്ന് ചോദിക്കുക. തുമാര ഗാഡി കോൺസാ ഹേ ഭയ്യ. അപ്പോൾ അയാൾ പറയുവാണ്, മേരാ മാരുതി കാ ഗാഡി ഹേ, മാരുതി കാ കാർ ഹേ എന്ന് പറയും. അല്ലെങ്കിൽ മേരാ MG ഹെക്ടർ കാ കാർ ഹേ, അല്ലെങ്കിൽ ഏത് കാറാണ്, കാർ എന്താണെന്ന് വെച്ചാൽ അയാൾ പറയും.
അപ്പോൾ അത് നമ്മൾ കേട്ടിട്ട് वो कार എനിക്ക് ആ കാർ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ പറയണം, मेरे को वो कार बहुत अच्छा लगता है भैया, मैं बहुत पसंद करता हूँ. बहुत पसंद करता हूँ എന്ന് പറഞ്ഞാലും अच्छा लगता हूँ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടി എന്നാണ്. मेरे को बहुत अच्छा लगता है वो कार. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അയാൾ ചോദിക്കുക ആപ്പ് ഗാഡി ചലാത്ത ആക്കിയാന്ന് ചോദിക്കുക, അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കാറുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാൻ കുറച്ച് വർഷം മുമ്പേ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത്, ഒരു 10 വർഷം മുമ്പേ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണെന്ന് പറയുകയാണെങ്കിൽ, मैंने 10 साल पहले ही ड्राइविंग लाइसेंस लिया था, लेकिन मेरे पास गाड़ी नहीं है. मेरे पास गाड़ी नहीं है എന്ന് പറയാം. मैंने 10 साल पहले ड्राइविंग लाइसेंस लिया था, लेकिन मेरे को गाड़ी नहीं है അങ്ങനെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ मैं 10 साल पहले ഡ്രൈവിംഗ് ലൈസൻസ് लिया था എന്ന് പറഞ്ഞാൽ ഞാൻ 10 കൊല്ലം മുമ്പേ ഡ്രൈവിംഗ് ലൈസൻസ് മേടിച്ചതാണ്, പക്ഷേ എനിക്ക് വണ്ടിയില്ല. मेरे को गाड़ी नहीं है. അപ്പം നിങ്ങളുടെ അടുത്ത് അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് കാറാണ് വാങ്ങിക്കാൻ കൂടുതൽ താല്പര്യമുള്ളത്, ഏത് വണ്ടിയാണ് വാങ്ങിക്കാൻ ഇഷ്ടമെന്ന്. ആപ്കോ കോൺസാ ഗാഡി ഖരീദിനാ ചാത്തേ, ആപ്പ് കോൺസാ ഗാഡി ഖരീദിനാ ചാത്തേ എന്ന് അയാൾ ചോദിക്കുവാണ്. നിങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരൻ, അല്ലെങ്കിൽ പ്രായമുള്ള ആണെങ്കിൽ ഭയ്യ എന്നൊക്കെ പറയാം. അപ്പോൾ അയാൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്, ആപ്പ് കോൺസാ ഗാഡി ഖരീദിനാ ചാത്തേ ഭയ്യ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ തിരിച്ച് അയാളോട് പറയണം, मैं बेंस खरीदना चाहता हूँ भैया, मेरा सपना है कि एक बेंस कार खरीदने का मैं चाहता हूँ എന്ന് പറയാം. ഈ ബെൻസ് അല്ല നിങ്ങൾക്ക് പണ്ടത്തെ ലാൻസർ കാറാണ് ഇഷ്ടമെങ്കിൽ मैं ലാൻസർ കാർ ഗാഡി ഖരീദിനാ ചാഹത്താ ഹൂ ഭയ്യ എന്ന് പറയാം. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് കാറാണെന്നുള്ളത്. എനിക്കിപ്പോൾ BMW ആണെങ്കിൽ मैं BMW കാർ ഖരീദിനാ ചാഹത്താ ഹൂ എന്ന് പറയാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തും കിസിക്കോ പസന്ത് കർത്തേ ക്യാ ഭയ്യ എന്ന് ചോദിക്കുകയാണ്. आपने कॉलेज में तुम आपके कॉलेज में आप कोई लड़की को पसंद करते हैं क्या എന്ന് ചോദിക്കുക. നിങ്ങൾ കോളേജിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ആപ്പ് കർത്തേ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. मैं एक लड़की को बहुत पसंद करता हूँ ബായ് എന്ന ഭയ്യ എന്നൊക്കെ പറയാം. പസന്ത് കർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറയേണ്ടത് എങ്ങനെയാണ്? മേ കോളേജ് മേ കിസി ലഡ്ക്കിക്കോ പസന്ത് നഹീ കർത്താ ഭയ്യ, മേ പസന്ത് നഹീ കർത്താ എന്ന് പറയാം. ഞാൻ ആരെയും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നഹീ മേ പസന്ത് നഹീ കർത്താ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ കല്യാണം കഴിക്കാൻ വീട്ടിലെ ആലോചന തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആപ്പ് ഷാദി കർന ചാത്ത ഹൈ ക്യാ ഭയ്യ, അപ്പോൾ ആപ്കാ ഷാദി കബ് ഹോഗ എന്ന് ചോദിക്കാം. ആപ്കാ ഷാദി കബ് ഹോഗ, ആപ്കെ घर वाले ആപ്കാ ഷാദി കബ് കറേങ്കെ എന്ന് ചോദിക്കാം. കലെ കർവായെങ്കെ എന്ന് ചോദിക്കാം. അപ്പോൾ എപ്പോഴാണ് നടത്തുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഹമാരാ ഷാദി ഘർ മേ ദേഖ്നാ നഹീ ശുറൂ കിയാ ഹൈ ഭയ്യ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണം വീട്ടിൽ നോക്കാൻ തുടങ്ങിയിട്ടില്ല. മേരെ ഘർ മേ മേരാ ഷാദി ദേഖ്നാ ശുറൂ നഹീ കിയാ ഹൈ എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം വീട്ടിൽ നോക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. मेरे घर में शादी देख रहा है भैया, लेकिन मेरे को कोई लड़की पसंद नहीं आया എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. मेरे घर में घरवाले അല്ലെങ്കിൽ घरवाले എന്ന് പറയാം. मेरे घरवाले मेरे लिए लड़की देख रहा है, लेकिन मेरे को कोई लड़की पसंद नहीं आया എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ പെണ്ണിനെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടം തോന്നിയിട്ടില്ല എന്നാണ്. പസന്ത് നഹീ ആയ അങ്ങനെ പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പറയാൻ എന്തൊക്കെ അത്യാവശ്യം സംസാരിക്കേണ്ടതാണ് അതൊക്കെ മനസ്സിലാക്കി പെട്ടെന്ന് സംസാരിക്കാൻ പഠിക്കണം. അപ്പോൾ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ഇന്ന് 2 ചോദ്യം ചോദിക്കാം. സാധാരണ എല്ലാ ദിവസവും ചോദിക്കുന്ന പോലെ ചോദ്യം ചോദിക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. കമൻറ്റ് ചെയ്യണേ. എനിക്ക് കമൻറ്റൊന്നും ഇപ്പോൾ വരാറില്ല, ആരുടെ എന്താണെന്ന് അറിയത്തില്ല. എന്നല്ല നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരും. ഏതെങ്കിലും കമൻറ്റ് കാണുവാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പ് कौन से स्कूल में 10 तक 10 तक का पढ़ाई किया था, अल्ले 10 तक किस स्कूल में पढ़ाई किया था എന്ന് ചോദിക്കുക. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആപ്കോ हाथ में
आपको हाथ में अंगूठा पहनना पसंद है क्या? आपको हाथ में अंगूठी पहनना पसंद है? अंगूठा എന്ന अंगूठी എന്ന് പറയാം. अंगूठा पहनना पसंद है क्या എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുവാ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം പറയണം കേട്ടോ, അറിയാമെങ്കിൽ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്ന കൂട്ടുകാരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. നേരത്തെ വീഡിയോയും കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക നന്നായിട്ട്. അപ്പം വീഡിയോ താല്പര്യമുള്ളവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റ.